ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിന്റെ വന്യതയും യൂറോപ്യൻ ഫുട്ബോളിന്റെ താളാത്മകമായ സൗന്ദര്യവും മൈതാനത്തിൽ നിന്ന് നേർക്കുനേർ വരികയാണ്. ഈസ്റ്റ് റൂദർഫോർഡിലെ ന്യൂജേഴ്സി സ്റ്റേഡിയം ലോക ഫുട്ബോളിന്റെ ഹൃദയമായി മിടിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം. കലാശപ്പോരിന്റെ കിക്ക് ഓഫിന് കാത്തു നിൽക്കുമ്പോൾ ലോകം എങ്ങനെയാണ് ഒരു കാൽപന്തിലേക്ക് ചുരുങ്ങുന്നതെന്നതിനു കൂടിയാണ് നമ്മൾ സാക്ഷികളാവുന്നത്. നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന, യൂറോപ്യൻ കരുത്തരായ സ്പെയിൻ ഇന്നത്തെ രാത്രി ആരുടേതാകും? നമുക്കൊപ്പം ഇപ്പോൾ മുൻ ഇന്ത്യൻ ഫുട്ബോൾ കായിക താരമായിട്ടുള്ള എബിൻ റോസ് ചേരുന്നുണ്ട്. എബിൻ റോസ്, എന്തായാലും ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകർ കാത്തിരിക്കുകയാണ് ഈ ഒരു ഫൈനൽ പോരാട്ടത്തിനായി. തീപാറും പോരാട്ടത്തിനായിട്ടുള്ള ഒരു കാത്തിരിപ്പിലാണ്. രണ്ട് ശക്തരായ ടീമുകളാണ്. മെസ്സിപ്പടയുണ്ട്, സ്പെയിനുണ്ട്. സ്പെയിനെ സംബന്ധിച്ച് വലിയൊരു ഡിഫൻസ് തീർക്കുന്ന ഒരു ടീമാണ് മെസ്സിപ്പടയുണ്ട്. വലിയ ആരാധകർ ഏറ്റവും കൂടുതൽ വലിയ പ്രതീക്ഷയോടെ മെസ്സി വിജയഗോൾ നേടുമെന്നൊരു ആകാംക്ഷയിലൊക്കെ കാത്തിരിക്കുകയാണ്. ഇന്നത്തെ കളി എങ്ങനെയായിരിക്കും? എന്താണ് പ്രതീക്ഷ? ലോകം മിശിഹ എന്ന് വിളിക്കുന്ന മെസ്സി ശരിക്കും നല്ലൊരു സൗന്ദര്യാത്മകമായ ഒരു മത്സരം കാണാം. കാര്യം ചെറിയ പാസുകളിലൂടെ മുന്നേറുന്ന ഇരു ടീമുകളും ഏകദേശം ഒരേ ശൈലിയിൽ കളിക്കുന്ന പ്രമുഖ താരങ്ങളുള്ള, അതായത് നമുക്ക് ഈ വേൾഡ് കപ്പിൽ ഏറ്റവും പ്രഗത്ഭരായ രണ്ട് ടീമുകൾ തന്നെ, അതായത് ഫൈനലിന് ഒത്ത ഒരു അട്ടിമറിയോ മറ്റുള്ള കാര്യങ്ങളോ കൃത്യമായിട്ടും ഫൈനലിൽ കളിക്കാൻ അർഹതപ്പെട്ട 4 ടീമുകളുണ്ട്. സെമി ഫൈനലിൽ എന്ന 4 ടീമുകൾ റാങ്കിങ് അനുസരിച്ച് ഏറ്റവും മുന്നിലുള്ള ആ ടീമുകൾ വന്നത് തന്നെ ഈ ടൂർണമെൻ്റ് മനോഹാരിത കൂട്ടുന്നു. ഫൈനലിൽ അതിലും മനോഹരം എന്ന് പറഞ്ഞാൽ നമുക്ക് ശാരീരികമായ മികവുള്ളോ അല്ലെങ്കിൽ യൂറോപ്യൻ ശൈലിയേക്കാൾ ഉപരിയായിട്ട് നമ്മൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ബോൾ കൊണ്ട് കളിക്കുന്ന ടീമുകളാണ്. അതുകൊണ്ട് തന്നെ സ്പെയിനും അർജന്റീനയും രണ്ടുപേരും കൂടുതലും ബോൾ കൊണ്ട് കളിക്കുന്ന ടെക്നിക്കലി വളരെ ഹയർ ആയിട്ടുള്ള ടീമുകളാണ്. അതുകൊണ്ട് നല്ലൊരു മത്സരം നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് ഈ ഒരു ഫൈനൽ മത്സരം നോക്കുകയാണെങ്കിൽ അർജന്റീന ആരാധകർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് എന്തായിരിക്കും? ഈ ഒരു മത്സരത്തിൽ മെസ്സിപ്പടയ്ക്ക് വെല്ലുവിളിയാകുന്നത് ഈ ഒരു കളിക്കളത്തിലാണെങ്കിൽ തന്നെയും ഇപ്പോൾ ഇറങ്ങുന്ന ടീം ഡിഫൻസ് ടീമാണ്. അപ്പോൾ എന്ത് തരത്തിലുള്ള വെല്ലുവിളിയായിരിക്കും മെസ്സിപ്പടയെ കാത്തിരിക്കുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ സ്പെയിനിൻ്റെ ഡിഫൻസീവിൻ്റെ ആ ഒരു കരുത്തിനെ കുറിച്ചാണ്. ശരിക്കും പറഞ്ഞാൽ സ്പെയിനിൻ്റെ ഡിഫൻസിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് എതിർ അറ്റാക്കിങ്ങിലാണ്, അതായത് എതിർ ഡിഫൻസിൽ നിന്നാണ്. എതിർ ഡിഫൻസിൽ ബിൽഡപ്പ് ചെയ്തുകൊണ്ട് മധ്യനിര പിടിച്ചടക്കും മുമ്പ് തന്നെ ബോൾ തിരിച്ചു പിടിക്കുന്ന, ബോൾ റിക്കവറി ചെയ്യുന്ന ഒരു വേഗത, ഒരു 10നും 15നും സെക്കൻഡ് ഇടയിൽ ബോൾ തിരിച്ചു പിടിക്കുന്ന ആ ഒരു വേഗതയാണ് ശരിക്കും അർജന്റീനയ്ക്ക് ചലഞ്ചാവാൻ പോകുന്നത്. നമ്മൾ പറയുന്ന പോലെ അതിനോടൊപ്പം തന്നെ എന്തുകൊണ്ട് ഡിഫൻസ് ഇത്ര സ്ട്രോങ് ആവുമെന്ന് പറഞ്ഞാൽ മുന്നേറ്റ നിരയിൽ കളിക്കാർ തന്നെ ഡിഫൻഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് അറ്റാക്കിങ്ങിലിരിക്കുന്ന ഓയർസബാൽ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു. വിങ്ങിൽ വന്നു കഴിഞ്ഞാൽ യമാൽ അടക്കം, അലക്സ് അടക്കമുള്ള കളിക്കാർ അവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഡിഫൻസീവ് മിഡ്ഫീൽഡ് റോഡ്രി കൃത്യമായ നിർദ്ദേശങ്ങളുമായിട്ട് ആ മധ്യനിരയെ നിയന്ത്രിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെയാണ് ആധിപത്യം നേടാൻ അർജന്റീനയ്ക്ക് കഴിഞ്ഞില്ല എങ്കിൽ തീർച്ചയായിട്ടും അത് വലിയൊരു വെല്ലുവിളി, അർജന്റീനയ്ക്ക് ഒരു വലിയ വെല്ലുവിളിയായിട്ട് മാറും. പോരാട്ടത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഫുട്ബോളിലെ വിശ്വവിജയി ആരാകുമെന്ന് അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ലയണൽ മെസ്സി നയിക്കുന്ന അർജന്റീനയും റോഡ്രിയുടെ സ്പെയിനും തമ്മിലാണ് കിരീട പോരാട്ടത്തിനായി മുഖാമുഖം ചേരുന്നത്. എന്തായാലും എബിൻ റോസ്, ഇപ്പോൾ ഈ ഒരു ഫൈനൽ മത്സരത്തിൽ നമ്മളെ ആരാധകരെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ അർജന്റീന ആരാധകരാണ് ഏറ്റവും കൂടുതൽ ഉള്ളതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഒരു വേദി മെസ്സിയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ വളരെ പ്രത്യേകതയുള്ളതാണ്. 2016 കളിയിൽ മെസ്സി വലിയ വികാരാധീനനായി പറഞ്ഞിരുന്നു താൻ ഈ കളിയിൽ ഇനി കളിക്കില്ല എന്നുള്ള ഒരു വളരെ വിഷമത്തോടെയായിരുന്നു അദ്ദേഹം അന്ന് പറഞ്ഞത്. അതേ വേദിയിൽ ഇന്ന് ഫൈനൽ കളിക്കുകയാണ് മെസ്സി. അപ്പോൾ അർജന്റീന ആരാധകരെ സംബന്ധിച്ച് വലിയൊരു അഭിമാന നിമിഷം കൂടിയാണ് ഇന്നത്തെ കളി. അപ്പോൾ ഇന്നത്തെ വിജയം മെസ്സിയെ സംബന്ധിച്ച് എങ്ങനെയാവും വിലയിരുത്താനാവുക? തീർച്ചയായിട്ടും നമ്മൾ കേരളത്തിലുള്ള ആൾക്കാർ ബ്രസീലിനെയും അർജന്റീനയൊക്കെ ഇഷ്ടപ്പെടുന്ന വലിയൊരു വിഭാഗം കാണികളും ബ്രസീലിനെ അർജന്റീനയെ ഇഷ്ടപ്പെടുന്നുണ്ട്. അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ബ്രസീൽ പെലെയുടെ കാലഘട്ടം മുതലൊരു ജനറേഷനാണ് ബ്രസീലിനെ ഇഷ്ടപ്പെട്ടത്. അത് കഴിഞ്ഞ് മറഡോണയുടെ കാലഘട്ടത്തിലായപ്പോഴത്തേക്കും അടുത്ത ജനറേഷൻ അർജന്റീന ടീമിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. അതിനുശേഷം വിവിധ രാജ്യങ്ങൾ വന്നെങ്കിലും അർജന്റീന ഒരു കൺസിസ്റ്റൻറ്റ്, കുറേ വർഷങ്ങൾ അവർക്ക് ഗ്യാപ്പ് വന്നെങ്കിൽ പോലും ഗബ്രിയേൽ ബാറ്റിസ്റ്റൂട്ടയും ക്ലോഡിയോ കനീജയും ബാപ്റ്റിസ്റ്റെ പോലുള്ള മിടുക്കരായ താരങ്ങൾ വരികയും ആ ഒരു ജനറേഷനിൽ നിന്ന് മെസ്സിയിലേക്ക് എത്തിയപ്പോൾ പൂർണ്ണതയിലെത്തി എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെസ്സി ഇന്നത്തെ കിരീടം നേടുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് പണ്ട് തന്നെ ഒരു ചർച്ച നടന്നിട്ടുണ്ട്, പല ചർച്ചകളുണ്ട്. മെസ്സി റൊണാൾഡോ പോരാട്ടം പോലെ തന്നെയാണ് ആ മറഡോണ പെലെയ്ക്ക് ശേഷം അല്ലെങ്കിൽ അവരെക്കാളെയും മുന്നിലോട്ട് മെസ്സി എത്തുന്ന ഒരു വിധിയായിരിക്കും ഇന്നത്തെ മത്സരം അവർക്ക് അനുകൂലമാകുകയാണെങ്കിൽ. മെസ്സിയുടെ പെർഫോമൻസ് ബ്രില്യൻ്റ് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും മറഡോണയ്ക്കും പെലെയ്ക്കും മുകളിലായിട്ട് മെസ്സിയെ പ്രതിഷ്ഠിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
ഇന്നത്തെ മത്സരത്തിൽ നമുക്ക് അറിയേണ്ടത് സ്പെയിനിൻ്റെ തന്ത്രങ്ങൾ എന്തൊക്കെയാകും, അതല്ല അർജന്റീനയുടെ തന്ത്രങ്ങൾ എന്തൊക്കെയാകും, ഡിഫൻസ് എങ്ങനെയൊക്കെയാകും നിയന്ത്രിക്കുക, അതല്ലെങ്കിൽ മെസ്സിയെ പൂട്ടാനുള്ള സാധ്യത എത്രത്തോളമാണ്, അഥവാ അതോ മാർക്ക് ചെയ്ത് വിടാനാണോ, അങ്ങനെയാണെങ്കിൽ എത്ര പേർക്കാവും ചുമതല, അങ്ങനെ വന്നാൽ അർജന്റീനയ്ക്ക് കൂടുതൽ അവസരങ്ങളൊക്കെ തുറന്നു വരാനുള്ള ഒരു സാധ്യത ഉണ്ടാവില്ലേ അവിടെ? അതുകൊണ്ട് തന്നെ മാൻ ടു മാൻ മാർക്കിങ്ങിനേക്കാൾ ഉപരി ബോൾ പൊസിഷൻ നേടിയെടുത്തുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ മധ്യനിരയിലെ മേധാവിത്വം പുലർത്താനായിരിക്കും കൂടുതൽ ഇരു ടീമുകൾ ശ്രമിക്കുക. രണ്ടുപേരുടെയും ശൈലി ഒരേത് തന്നെയാണ്. പക്ഷേ സ്പെയിൻ്റെത് കുറച്ചുകൂടെ വേഗതയേറിയതും അർജന്റീന സ്ലോ ബിൽഡപ്പ് വഴി മെസ്സിക്ക് സ്പേസ് കണ്ടെത്തുന്നവരെ ബോൾ കാലിൽ വെച്ച് കളിക്കാൻ ഇഷ്ടപ്പെടുന്നതിനോ അതാണ് നമ്മൾ കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവരൊരു 70-80 മിനിറ്റിന് ശേഷം സബ്സ്റ്റിറ്റ്യൂഷൻ പ്ലേയേഴ്സിനെ കൊണ്ടുവന്നുകൊണ്ട് ആക്രമണത്തിന് വേഗത കൂട്ടി ആ ഒരു വേഗതയുടെ പുറത്താണ് അർജന്റീന പലപ്പോഴും മത്സരങ്ങളിലേക്ക് തിരിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ സ്പെയിനിനെ പോലൊരു ടീമിനെതിരെ എത്രത്തോളം അവർക്ക് അത് സാധിക്കും എന്നുള്ളത് സംശയമാണ്. വളരെയധികം ചലഞ്ചിങ് ആണ്. കാരണം ഒന്ന്, അവരുടെ സ്പെയിനിൻ്റെ ഡിഫൻസ് ഓർഗനൈസ്ഡ് ആണ്. ലപ്പോർട്ടെ പോലുള്ള എക്സ്പീരിയൻസ് ആയ താരങ്ങളും പാബോ ഗോർസിയെ പോലുള്ള യുവത്വം തുളുമ്പുന്ന അഗ്രസീവായ കളിക്കാർ, ഒപ്പം സിമോൺ യുനോയി എന്ന ഗോൾ കീപ്പറും ഒക്കെ അടങ്ങുന്ന ആ ഒരു ഡിഫൻസിനെ പൊളിക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായ, പ്രത്യേകിച്ച് റോഡ്രി ആ മധ്യനിരയിൽ നിയന്ത്രിക്കുന്ന ഡിഫൻസീവ് മിഡ്ഫീൽഡ്. ഇന്നത്തെ ആധുനിക ഫുട്ബോൾ ഏറ്റവും പെട്ടെന്ന് ഡിഫൻസീവ് മിഡ്ഫീൽഡർ. ആ ഡിഫൻസീവ് മിഡ്ഫീൽഡിൽ കളിക്കുന്ന ഇന്നത്തെ ലോകത്തെ ഏറ്റവും മികച്ച താരമാണ് റോഡ്രി നയിക്കുന്ന ആ ഒരു ഡിഫൻസും, ഒപ്പം തന്നെ കുക്രേലയുടെ ആ ഒരു വേഗതയും, പെഡ്രോ രണ്ട് വിങ്ങലും പെഡ്രോ രണ്ടുപേരുടെയും വേഗതയും. ഇതിൽ സ്പെയിൻ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു മേഖല അൺഎക്സ്പെക്റ്റഡായിട്ട് മെസ്സിക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്ന രീതിയിൽ കുക്രേല അല്ലെങ്കിൽ പെഡ്രോ കയറി പോവുകയാണെങ്കിൽ മാത്രമേ അവിടെ ഒരു സ്പേസ് കിട്ടിക്കൊണ്ട് അർജന്റീനയ്ക്ക് ഗോൾ ഓപ്പർച്യൂണിറ്റി ഒരുക്കാൻ മെസ്സിക്ക് സാധിക്കുള്ളൂ. അല്ലെങ്കിൽ തീർച്ചയായിട്ടും മെസ്സിക്ക് ഇന്ന് കുക്രേലെ പോലെയും പെഡ്രോയെ പോലെയും കളിക്കാരെ മറികടന്ന് ഒപ്പം തന്നെ ലപ്പോർട്ടയൊക്കെ കീഴടക്കി സമൻ യുനയെ കീഴടക്കുക എന്ന് പറഞ്ഞാൽ വളരെ ദുഷ്കരമായതാണ്, വളരെ ചലഞ്ചിങ് ആണ്. ശരിക്കും സ്പെയിൻ ഏറ്റവും കൂടുതൽ ബോൾ പൊസിഷൻ കളിക്കുന്നത് സ്പെയിനാണ്. അപ്പോൾ അതിനോടൊപ്പം തന്നെ ബോൾ നഷ്ടപ്പെട്ട തിരിച്ചു പിടിക്കുന്ന ആ റിക്കവറിയുടെ ടൈമും വളരെ ഫാസ്റ്റാണ്. അത് വളരെ ചലഞ്ചിങ് ആണ് അർജന്റീനയ്ക്ക് ഇന്ന് കളി ജയിച്ചു വരിക എന്നുള്ളത്. ഈ റോഡ്രിഗോയെ പറ്റി പറഞ്ഞപ്പോഴാണ് നമ്മൾ ഈ ക്യാപ്റ്റൻ റോഡ്രിഗോയെ പൂട്ടി സപ്ലൈ ചെയിൻ മുറിക്കാനുള്ള സാധ്യത എത്രത്തോളം, ഇത് ഈ റോഡ്രിഗോയുടെ ഇന്നത്തെ കളിയിൽ ആ ഒരു റോൾ എന്തായിരിക്കും ഏറ്റവും കൂടുതൽ നിർണായകമായിരിക്കില്ലേ? അങ്ങനെയാണെങ്കിൽ ഇന്ന് എത്രത്തോളം നിർണായകമായിരിക്കും ഈ ഒരു കളിയിൽ? തീർച്ചയായിട്ടും റോഡ്രി തന്നെയാണ് ഇന്നത്തെ കളിയുടെ ഏറ്റവും വലിയ ശ്രദ്ധകേന്ദ്രം. കാരണം മെസ്സി വിത്ഡ്രോയിങ് സ്ട്രൈക്കറായിട്ട് കളിക്കുമ്പോൾ റോഡ്രിക്ക് അദ്ദേഹത്തെ മാർക്ക് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. പക്ഷേ മെസ്സിയെ നമ്മൾ കഴിഞ്ഞ മത്സരത്തിൽ കണ്ടതാണ്, അദ്ദേഹത്തെ സാധാരണയായിട്ട് മധ്യനിരയിൽ കൂടെ അറ്റാക്ക് ചെയ്ത് ബോക്സിനകത്ത് കയറുന്നതിൽ നിന്ന് മാറി അദ്ദേഹം സ്വയം മനസ്സിലാക്കിയിട്ടുണ്ട്. അതായത് സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ സാഹചര്യം മനസ്സിലാക്കി സൂപ്പർ കമ്പ്യൂട്ടർ പോലെ വിങ്ങിലേക്ക് മാറുന്ന ഒരു മെസ്സിയെ കണ്ടു. ഒരിക്കലും വിങ് അധികമായിട്ട് യൂസ് ചെയ്ത് കളിക്കുന്ന ഒരു കളിക്കാരല്ല. അത് മാത്രമല്ല വലത് കാലുകൊണ്ട് ക്ലാസിക് ക്രോസ് നൽകി ആ ടീമിനെ തിരിച്ചു കൊണ്ടുവരുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു ടച്ച്, അതാണ് പറയുന്നത് ഫുട്ബോൾ മോർ ദാൻ എ ഗെയിം. അത് ഒരുപാട് പേരുടെ പ്രാർത്ഥനയുണ്ട്, ഒരുപാട് പേരുടെ കണ്ണുനീരുണ്ട്. ഇതൊക്കെ ഉണ്ടെന്നുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും മെസ്സിക്ക് അങ്ങനെ ഒരു ക്രോസ് ചെയ്യാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒപ്പം തന്നെ നമ്മുടെ ടെക്നിക്കലി അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്വാളിറ്റി. അപ്പോൾ മെസ്സിക്ക് സ്പേസ് കൊടുക്കാതിരിക്കാൻ റോഡ്രിയുടെ ഒരു റോള് നിർണായകമാണ്. റോഡ്രി തീർച്ചയായിട്ടും മെസ്സിയിലേക്ക് വരുന്ന പാസുകൾ ലൈൻ ക്ലോസ് ചെയ്യാനും മെസ്സിയെ ക്ലോസ് മാർക്ക് ചെയ്യാൻ സാധ്യതയില്ല. പക്ഷേ മെസ്സിയിലേക്ക് ബോൾ എത്തുന്ന ലൈൻ ചാനൽ അടയ്ക്കാൻ ആയിരിക്കും റോഡ്രിയുടെ ഇന്നത്തെ ശ്രമം. നമുക്ക് 90 മിനിറ്റും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. കാര്യം അർജന്റീനയുടെ പല മത്സരങ്ങളും അവർ അവസാന മിനിറ്റുകളിൽ ഗോൾ അടിച്ചുകൊണ്ടാണ്, അവസാന നിമിഷങ്ങളിൽ ഗോൾ അടിച്ചുകൊണ്ട് തിരിച്ചു വന്നതാണ്. ഫുട്ബോളിൻ്റെ ഈ അനിശ്ചിതാവസ്ഥയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കളിയുടെ മനോഹാരിത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യ പകുതി രണ്ടാമത്തെ പകുതി എന്നൊന്നും ഇല്ല. ഇപ്പം തന്നെ പ്രത്യേകിച്ചും ഹൈഡ്രേഷൻ പീരീഡ് കൂടെ വന്നതിന് ശേഷം ഓരോ ഘട്ടങ്ങളായിട്ട് 4 ഘട്ടങ്ങളായിട്ട് തിരിച്ചുകൊണ്ട് തന്നെ പദ്ധതികൾ ആവിഷ്കരിക്കുന്ന, അറ്റാക്കിങ്ങും ഡിഫൻസിലേക്ക് പോകുന്ന വിവിധ തന്ത്രങ്ങൾ രൂപീകരിക്കുന്നതിനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യ പകുതിയെന്നോ അല്ലെങ്കിൽ ആദ്യ നിമിഷം, നമുക്കറിയാം ആദ്യത്തെ ഗോൾ നേടുമ്പോൾ ഒരു മാനസികമായ ഒരു ആധിപത്യം നേടാൻ സാധിക്കും എന്നുള്ള ഘട്ടത്തിൽ നിന്ന് മാറി അർജന്റീന തന്നെ പലവട്ടം തെളിയിച്ചു കഴിഞ്ഞു. അവസാന മിനിറ്റുകളിൽ ഗോൾ അടിച്ച് ജയിച്ചത് കൊണ്ട് തന്നെ അവർക്ക് കോച്ചുമാരുടെ തന്ത്രങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ആ സാഹചര്യങ്ങൾക്കനുസരിച്ച് എതിർ ടീമിൻ്റെ സ്ട്രെങ്തും വീക്ക്നസ്സും മനസ്സിലാക്കിക്കൊണ്ട് അറ്റാക്ക് എപ്പോഴാണ്, ഡിഫൻസ് എത്രയാണ് അവർ കൃത്യമായിട്ട്, അതുകൊണ്ട് തന്നെ എക്സ്പീരിയൻസ് ആയിട്ട് കളിക്കാർക്ക് അവർക്ക് ഗെയിം റീഡ് ചെയ്യും. ആ ഗെയിം റീഡ് ചെയ്തുകൊണ്ട് എപ്പോഴാണ് കളിയുടെ വേഗത കൂട്ടേണ്ടത്, സ്ലോ ആക്കേണ്ടത്, ഇതൊക്കെ കൃത്യമായിട്ട് അവർക്കറിയാം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗോൾ അടിക്കാനാണ് കളിക്കുന്നത്. ഗോൾ ഏത് നിമിഷവും അടിക്കാം. ഗോൾ വരുന്നത് ഇപ്പോൾ നമുക്ക് പറയുന്നില്ല
ആ ഓൾ ഔട്ട് അറ്റാക്കിങ്ങിലൂടെ നമുക്ക് പോകണോ, അല്ലെങ്കിൽ ഡിഫൻസ് ചെയ്തുകൊണ്ട് അവസരം കിട്ടുമ്പോൾ തിരിച്ചടിക്കണോ എന്നുള്ളതൊക്കെ ഒരു കോച്ചിൻ്റെയും ടീമുകളുടെയും തന്ത്രമായിരിക്കും. പക്ഷേ നമുക്കിവിടെ കണ്ടാലറിയാം ഇരു ടീമുകളും മധ്യനിരയിൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള ഒരു പോരാട്ടത്തിൽ വിജയിക്കുന്ന ടീമിനായിരിക്കും. അതുകൊണ്ട് തന്നെ വളരെ കരുതലോടെ, പ്രത്യേകിച്ചും നമുക്കറിയാം പല ഫൈനലുകളും, പക്ഷേ കഴിഞ്ഞ വേൾഡ് കപ്പിൻ്റെ ഫൈനൽ വളരെ ആവേശകരമായിരുന്നു എടുത്തു പറയേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഫൈനലുകൾ പലപ്പോഴും ഇരു ടീമുകളെ റെസ്പെക്റ്റോടു കൂടിയും വിജയിക്കാനുള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും ഇരു ടീമുകളെ റെസ്പെക്റ്റ് ചെയ്ത് വളരെ സ്ലോ ആയിട്ടായിരിക്കും കളിക്കുക. പക്ഷേ നമുക്കിന്ന് അറിയാം രണ്ടുപേരും ബോൾ പോസ്റ്റിനടുത്ത് കളിക്കുന്നത് കൊണ്ട് തന്നെ ഓൾ ഔട്ട് അറ്റാക്കിന് സാധ്യതയില്ല. ആദ്യമേ ഗോൾ അടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെയാണെങ്കിലും തന്നെയായിരിക്കും സ്പെയിൻ ആയിരിക്കും ഗോൾ അടിക്കുക എന്നാണ് ഞാൻ കരുതുന്നത്. ലോകമെമ്പാടും കാത്തിരിക്കുകയാണ് ആ ഒരു ചരിത്ര നിമിഷത്തിനായിട്ട്. അർജന്റീനയും സ്പെയിനും തമ്മിലാണ് കിരീട പോരാട്ടത്തിൽ മുഖാമുഖം വരുന്നത്. പ്രവചനങ്ങളൊക്കെ അസാധ്യമാണ്. എന്തായാലും ഇന്നത്തെ മത്സരം അർജന്റീനയ്ക്ക് കുറച്ച് കടുപ്പമായിരിക്കും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അത്രത്തോളം വലിയ ശക്തമായൊരു ടീം തന്നെയാണ് എതിർഭാഗത്ത് നിൽക്കുന്നത്. നമുക്കൊപ്പം ഈ മത്സരത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത് ഫുട്ബോൾ കോച്ചർ, പ്രൊഫഷണൽ ഫുട്ബോൾ കോച്ചറായിട്ടുള്ള എബിൻ റോസ് ആണ്. വളരെ നന്ദിയുണ്ട് നമുക്കൊപ്പം ചേർന്നതിന്.